യെസ്. ഇന്നലെ ഒരു ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ക്ലാസ് ഇല്ലാതിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാനും അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ലോഗുകൾ തീർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഓക്കെ, അല്ലാതെ ഫ്രീ ടൈം കിട്ടിയെന്ന് വിചാരിക്കാൻ പാടില്ല. റൈറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവില് നമ്മൾ ഓൾറെഡി മോഡേൺ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, മോഡേൺ ഹിസ്റ്ററി 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പ്രിലിംസിൽ. അല്ല, ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി പറഞ്ഞാണ്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 4 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ വിച്ച് വിൽ ബി റിലേറ്റഡ് വിത്ത് ദി യുദ്ധങ്ങൾ. മറാത്ത വാർ, മൈസൂർ വാർ, കർണാട്ടിക് വാർ, പഞ്ചാബ്, സിന്ധ്. ഓർമ്മ ഉണ്ടല്ലോ? ആ, ഇവിടുന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. പിന്നീട് നമ്മൾ ഇന്ന് മൂസിന ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി. മോഡേൺ ഇന്ത്യ ആക്റ്റീവ് റീകോളിംഗ്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങളും PSCയുടെ PYQമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്പീഡിൽ റീകോൾ ചെയ്ത് പോകും. ഓക്കെ, സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? നമ്മുടെ ആദ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യലാണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്താൽ 4 മാസം അവിടെ ഉണ്ട്. നമ്മുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ലൊക്കെ അപ്പം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം കുറച്ച് കൂടുതലായിട്ട്. അപ്പൊ നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യേണ്ട വഴി നോക്കണം. റൂബിനി, സച്ചിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഇന്നത്തെ ക്ലാസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങളും അതിന്റെ ഉത്തരങ്ങൾ പറയാം. ഓക്കെ, ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. ഓക്കെ, മോഡേൺ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ വളരെ സ്പീഡിൽ നമ്മൾ ഇന്ന് പറഞ്ഞു പോകും. സോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന്റെ വർഷം എത്രയാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇയർ ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഫസ്റ്റ് ഇയർ ഓഫ് പാനിപ്പത്ത്. യെസ്, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല അല്ലെ? ഫസ്റ്റ് ഇയർ ഓഫ് പാനിപ്പത്ത് അല്ലെ? 1526. വെരി ഗുഡ് ജെ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അല്ലെ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ബിറ്റ്വീൻ ബാബർ ആൻഡ് ഇബ്രാഹിം ലോധി. ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന്റെ എന്താണ് ഇതിന്റെ ഇബ്രാഹിം ലോധി അല്ലെ? ഇതിന്റെ മെയിൻ അല്ലെ? ഇതെന്താണ്? എന്തുണ്ടാക്കി ഇന്ത്യയില്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന്റെ എന്താണ് ഈ യുദ്ധത്തിന് ശേഷം സംഭവിച്ചത്? വെരി ഗുഡ്, മുഗൾ ഡൈനസ്റ്റി അല്ലെ? മുഗൾ ഡൈനസ്റ്റി, ബാബർ. വെരി ഗുഡ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന്റെ വർഷം ഏതാ? സ്പീഡിൽ ഉത്തരം പറയണേ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന്റെ വർഷം മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ്ഡ്. വെരി ഗുഡ്. ഫിലിംസ് പെർസ്പെക്റ്റീവിൽ ഓർത്തിരിക്കുക, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് PYQ ആണ്. ബാബറും ഇബ്രാഹിം ലോധിയും. ബാബർ വിജയിച്ചു അല്ലെ? ആ സമയത്ത് ഇന്ത്യയുടെ റൂളർ ആയിരുന്നു ഇബ്രാഹിം ലോധി, ഫെയിൽഡ്. അതുകൊണ്ട് തന്നെ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ആയി. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വർഷം ഏതാണ്? വർഷം വെരി ഗുഡ് ജെ 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 1556 അല്ലെ? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ബിറ്റ്വീൻ അക്ബർ ആൻഡ് ഹെമു അല്ലെ? അക്ബർ ആൻഡ് ഹെമു. വെരി ഗുഡ്, അക്ബർ ആൻഡ് ഹെമു. അവസാനം തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അല്ലെ? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അത് എല്ലാവർക്കും അറിയായിരിക്കും. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏതാണ് വർഷം അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1761. വെരി ഗുഡ് ജെ അല്ലെ? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അറിയാം അല്ലെ? അഹമ്മദ് ഷാ അബ്ദാലിയും അല്ലെ മറാത്ത എംപയറും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് അല്ലെ? മറാത്ത എംപയറും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് അല്ലെ? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. മറാത്ത എംപയർ വീക്കായി അല്ലെ? അഹമ്മദ് ഷാ അബ്ദാലി വിജയിച്ചു അല്ലെ? അഹമ്മദ് ഷാ അബ്ദാലി വാസ് ആൻ അഫ്ഗാൻ റൂളർ അല്ലെ? അഫ്ഗാൻ റൂളർ.
അല്ലെ. സോ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന്റെ കാര്യം അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ആലോചിച്ചിരിക്കുക. ഇനി ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം ദിസ് ഈസ് എ ടിപ്പിക്കൽ PSC അല്ലെ, ടിപ്പിക്കൽ PSC പ്രിലിംസ് പെർസ്പെക്ടീവിലുള്ള ക്ലാസ് ആണ് കേട്ടോ. 1757. ഓക്കെ, 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. ഇത്രയും ദിവസം നമ്മള് മെയിൻസിന്റെ പെർസ്പെക്ടീവിലും പ്രിലിംസിന്റെ പെർസ്പെക്ടീവിലാണ് ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. രണ്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, നാഷണലിസവും റൈസ് ഓഫ് ദ നാഷണലിസവും ഈ പറഞ്ഞ പോലെ എന്തൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ എല്ലാം ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇന്നത്തെ ക്ലാസ് സംതിങ് റിലേറ്റഡ് വിത്ത് പ്രിലിംസ് ആണ്, പ്രിലിംസ് ഓൺലി ആണ്. യെസ്, പ്ലാസി, സിറാജ് ദൗള നമ്മൾ പഠിച്ചല്ലേ. സിറാജ് ദൗള അതിന്റെ കഥയും ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമ്മൾ പഠിച്ചല്ലേ. സിറാജ് ദൗള ആരുടെ അല്ലെ, അൽവർദി ഖാൻ, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സിറാജ് ദൗളയും റോബർട്ട് ക്ലൈവും അല്ലെ, റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് അല്ലെ, ബംഗാൾ ബാറ്റിൽ ഓഫ് പ്ലാസി, ബംഗാളിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്തു അല്ലെ, റോബർട്ട് ക്ലൈവ് വിജയിച്ചു, സിറാജ് ദൗള തോറ്റുപോയി അല്ലെ. ഏറ്റവും ചതിയിലൂടെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ചതിയിലൂടെ നടന്നിട്ടുള്ള അല്ലെ, ഏറ്റവും വലിയ ചതിയിലൂടെ നടന്നിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി. കഥ മുഴുവനും നമ്മൾ സൂപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ റോബർട്ട് ക്ലൈവിനെ നമ്മൾ ബ്രിട്ടീഷ് ബാബർ എന്നാണോ അല്ലെങ്കിൽ അക്ബർ ഓഫ് ബ്രിട്ടീഷ് എന്നാണോ വിളിക്കുന്നത്? റോബർട്ട് ക്ലൈവിന് ഒരു വിളിപ്പേരുണ്ട്. യെസ്, വെരി ഗുഡ് ശരണ്യ, വെരി ഗുഡ്. യെസ്, ജെ അല്ലെ. ബ്രിട്ടീഷ് ബാബർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ, ബ്രിട്ടീഷ് ബാബർ. എന്തുകൊണ്ട്? റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കം കുറിച്ചു. ദ ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെ, ബാബർ ആണോ അല്ലെ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇബ്രാഹിം ലോധിയെ തോപ്പിച്ചുകൊണ്ട് ബാബർ നിലവിൽ വരുന്നു അല്ലെ. ബാബർ രാജാവായി മാറുന്നു, മുഗൾ ഡൈനസ്റ്റി രൂപീകരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ബ്രിട്ടീഷ് അക്ബർ എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രിട്ടീഷ് അക്ബർ, വെരി ഗുഡ്, വെല്ലസ്ലി. അപ്പം ബ്രിട്ടീഷ് ഔറംഗസീബോ? ശരണ്യ ജെ. ബ്രിട്ടീഷ് ഔറംഗസീബ് എന്നറിയപ്പെടുന്ന ആരാണ്? വെരി ഗുഡ്, കേഴ്സൺ, ലോർഡ് കേഴ്സൺ അല്ലെ, ലോർഡ് കേഴ്സൺ. ഓക്കെ, ഇപ്പൊ പ്രിലിംസ് പെർസ്പെക്ടീവിൽ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക അല്ലെ. പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുക. ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 1773 ചാറ്റിംഗ് ഗ്രൂപ്പ് JP ഇത് തന്നെയാണ് കേട്ടോ. ചാറ്റിംഗ് ഗ്രൂപ്പ് റെസ്പോൺസ് ഇപ്പൊ മെസ്സേജ് അയച്ച് ഇത് തന്നെയാണ്. 1773 റെഗുലേഷൻ ആക്ട്, സ്പീഡ് റിവിഷൻ ആണ് ഞാൻ പറയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. റെഗുലേഷൻ ആക്ട് അല്ലെ, ഗവർണർ ഓഫ് ബംഗാൾ ചേഞ്ചസ് ടു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെ. അവിടെ ലോർഡ് ആരാണ്? ഹാസ്റ്റിംഗ്, വെരി ഗുഡ്, ഹാസ്റ്റിംഗ് അല്ലെ, ഹാസ്റ്റിംഗ്. വർഷാലോചിക്കുക കേട്ടോ, വർഷാലോചിക്കുക. 1773 റെഗുലേഷൻ ആക്ട്. യെസ്, ഗ്രൂപ്പ് ഇത് തന്നെയാണ് കേട്ടോ, JP ഗ്രൂപ്പ് ഇത് തന്നെയാണ് അല്ലെ. പിന്നീട് പിറ്റ്സ് ഇന്ത്യാസ് ആക്ട്, അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല, അതൊക്കെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വെല്ലൂർ മ്യൂട്ടിനി ഏത് സംസ്ഥാനത്തായിരുന്നു നടന്നത് അല്ലെ, ഇന്ത്യയുടെ ഏത് സ്ഥലത്തായിരുന്നു വെല്ലൂർ മ്യൂട്ടിനി? ആന്ധ്രയാണോ തമിഴ്നാടാണോ? വെല്ലൂർ മ്യൂട്ടിനി അല്ലെ, ഫസ്റ്റത്തെ സിപ്പായി ലഹള എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. വെല്ലൂർ മ്യൂട്ടിനിയെ തമിഴ്നാടിലാണ്, ആന്ധ്രയിലല്ല കേട്ടോ, തമിഴ്നാടാണ്. വെല്ലൂർ മ്യൂട്ടിനിയുടെ വർഷം 1806. വെരി ഗുഡ് അല്ലെ. ആദ്യ പട്ടാള കലാപം, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യ പട്ടാള കലാപമാണ് കേട്ടോ വെല്ലൂർ മ്യൂട്ടിനി. പെർമനന്റ് സെറ്റിൽമെന്റിന്റെ വർഷം നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ ഫുൾ ഇങ്ങനെ ഫുൾ ആലോചിച്ച് പുകയാട്ടെ. 1793 അല്ലെ. പെർമനന്റ് സെറ്റിൽമെന്റ് ബൈ ആരായിരുന്നു? ഏത് വൈസ്രോയി ആയിരുന്നു? പെർമനന്റ് സെറ്റിൽമെന്റ് ലോർഡ് കോൺവാലിസ്. വെരി ഗുഡ് അല്ലെ. പെർമനന്റ് സെറ്റിൽമെന്റ് വഴി അല്ലെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പെർമനന്റ് സെറ്റിൽമെന്റ് എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് വഴി ഒരു പ്രൊവിൻസിനെ ബ്രിട്ടീഷുകാർ കീഴടക്കുന്നത് എന്നുള്ള അല്ലെ അത് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സബ്സിഡറി അലയൻസിന്റെ വർഷം 1798.
യെസ്, സബ്സിഡറി അലയൻസ്. ആരായിരുന്നു വൈസ്രോയ്? ആരായിരുന്നു? ലോർഡ് വെല്ലസ്ലി. ലോർഡ് വെല്ലസ്ലി, വെരി ഗുഡ്. ആദ്യമായി സൈൻ ചെയ്ത സംസ്ഥാനം ഏതാണ്? ആദ്യമായി സൈൻ ചെയ്ത പ്രൊവിൻസ് ഏതാണ്? ഹൈദരാബാദ്, വെരി ഗുഡ്. നിസാം ഓഫ് ഹൈദരാബാദ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിസാം ഓഫ് ഹൈദരാബാദ് ആണ് ആദ്യമായി സൈൻ ചെയ്യുന്ന പ്രൊവിൻസ് അല്ലെ? വെരി ഗുഡ്. ഏത് ചാർട്ടേഴ്സ് ആക്ട് പ്രകാരമാണ് ക്രിസ്ത്യൻ മിഷണറി ഇന്ത്യയിൽ വന്നത്? ഏത് ചാർട്ടർ ആക്ട് പ്രകാരമാണ് ക്രിസ്ത്യൻ മിഷണറി ഇന്ത്യയിൽ വന്നത്? 1813, വെരി ഗുഡ് അല്ലെ? സ്റ്റാർട്ടഡ് കൊമേഴ്ഷ്യൽ മൊണോപ്പൊളി 1813 അല്ലെ? സ്റ്റാർട്ടഡ് കൊമേഴ്ഷ്യൽ മൊണോപ്പൊളി, എക്സെപ്റ്റ് ഫ്രീ ട്രേഡ് വിത്ത് ചൈന അല്ലെ? ക്രിസ്ത്യൻ മിഷണറീസ് അല്ലെ? യെസ്. 1829 ഡിസംബർ 4 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? സതി പ്രോഹിബിഷൻ, റൈറ്റ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് അല്ലെ? 1829 ഡിസംബർ 4 പ്രോഹിബിഷൻ ഓഫ് സതി. ആരാണ്? ഏത് വൈസ്രോയാണ്? വില്യം ബെന്റിക് അല്ലെ? വില്യം ബെന്റിക്. മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? വില്യം ബെന്റിക്കിന്റെ ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ? ഒരു 2 പോയിന്റ് കൂടി പറയാൻ പറ്റുമോ? രാജാറാം മോഹൻ റോയ്, ശരണ്യ അല്ലെ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ അല്ലെ? പരിഷ്കർത്താവ്. യെസ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെ? മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? വില്യം ബെന്റിക്ക് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രോഹിബിഷൻ സതി. യെസ്, ഫാദർ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, സ്റ്റാർട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അല്ലെ? പ്രോഹിബിഷൻ ഓഫ് സതി. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. യെസ്, വെരി ഗുഡ്. 1848 ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. വൈസ്രോയുടെ പേര്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഡൽഹൌസി, ലോർഡ് ഡൽഹൌസി. വെരി ഗുഡ്, ലോർഡ് ഡൽഹൌസി. ആദ്യമായി പിടിച്ചെടുത്ത പ്രൊവിൻസ്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരം ആദ്യമായി പിടിച്ചെടുത്ത പ്രൊവിൻസ് സത്താര. വെരി ഗുഡ്, സത്താര അല്ലെ? ദത്തവകാശ നിരോധന നിയമം. ലോർഡ് ഡൽഹൌസി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അല്ലെ? ആധുനിക ഇന്ത്യയുടെ ഗവർണർ ജനറൽ അല്ലെ? ആധുനിക ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ലോർഡ് ഡൽഹൌസിയെ വിളിക്കുന്നത്? 2-3 പോയിന്റ് പറ. എന്തുകൊണ്ടാണ് ഡൽഹൌസിയെ? റെയിൽവേ. യെസ് അല്ലെ? മെയിൻസിന് ചോദിക്കാം, മെയിൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ വൈസ്രോയിമാരുടെ കോൺട്രിബ്യൂഷനുമാണ് അല്ലെ? ലോർഡ് ഡൽഹൌസി ആധുനിക ഇന്ത്യയുടെ ഗവർണർ ജനറൽ. സതി പ്രോഹിബിഷൻ ഡൽഹൌസി ആണോ? വുഡ് ഡിസ്പാച്ച്. ഇൻട്രൊഡക്ഷൻ ഓഫ് ടെലിഗ്രാഫ് അല്ലെ? ടെലിഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ? ടെലിഗ്രാഫ് നിർത്തലാക്കിയ വർഷം PSCയുടെ 10th ലെവൽ PYQ ആണ് അല്ലെ? 2013. ഓക്കെ, 2013 ജൂലൈ 15 PYQ ആണ് കേട്ടോ അല്ലെ? ഇൻട്രൊഡക്ഷൻ ഓഫ് ടെലിഗ്രാഫ്. യെസ്. റെയിൽവേയുടെ ഇൻട്രൊഡക്ഷൻ അല്ലെ? റെയിൽവേയുടെ ഇൻട്രൊഡക്ഷൻ ആക്ച്വലി നമ്മൾ പഠിച്ചല്ലേ? റെയിൽവേ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ? അത്രത്തോളം എക്സ്പ്ലോയിറ്റേഷന്റെ ലെവൽ അങ്ങ് കൂടി. ബ്രിട്ടീഷുകാർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇന്ത്യൻ വില്ലേജസിലേക്ക് കയറി ചെല്ലാൻ പറ്റി. ഇന്ത്യയുടെ ഉടനീളം നെറ്റ്വർക്കുകൾ വന്നു അല്ലെ? സോ മെയിൻസിന് ചോദിക്കാം അല്ലെ? റെയിൽവേയുടെ ഇൻട്രൊഡക്ഷനോട് കൂടി ഇന്ത്യയിൽ വന്നിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെ കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ജൂലൈ 15. വെരി ഗുഡ്. റെയിൽവേ അല്ലെ? റെയിൽവേ ബോംബെ ടു താനെ 10th ലെവൽ PYQ ആണ് അല്ലെ? ബോംബെ ടു താനെയാണ് ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ള റെയിൽവേ ലൈന്. 1854 വുഡ്സ് ഡിസ്പാച്ച് അല്ലെ? വുഡ്സ് ഡിസ്പാച്ച് അല്ലെ? ജെ പറഞ്ഞിട്ടുണ്ട് വുഡ്സ് ഡിസ്പാച്ച്. റെക്കോർഡിങ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിലായിരിക്കും കേട്ടോ എല്ലാം അപ്ലോഡ് ചെയ്യാം. വുഡ്സ് ഡിസ്പാച്ച് അല്ലെ?
വുഡ്സ് ഡിസ്പാച്ച് വർഷാലോയ്ക്ക് 1854 ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ലോർഡ് ഡൽഹൌസി. വുഡ്സ് ഡിസ്പാച്ച് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മേഘന കർട്ട അല്ലെ, ചാൾസ് വുഡ്. ബൈ ചാൾസ് വുഡ്. ഒരു കാര്യം കൂടി, ഇൻട്രൊഡക്ഷൻ ഓഫ് പോസ്റ്റ് അല്ലെ, ഇന്ത്യൻ പോസ്റ്റ് അല്ലെ, ഇന്ത്യൻ പോസ്റ്റ് അല്ല, ഇതൊക്കെ കൊണ്ടാണ് നമ്മള് ഡൽഹൌസിയെ മോഡേൺ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി മെയിൻസിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ് ഓർമ്മ ഉണ്ടെങ്കിൽ 3 മാർക്കിന്റെ ഉത്തരവായി. എന്തുകൊണ്ടാണ് ഡൽഹൌസിയെ ഫാദർ ഓഫ് മോഡേൺ ഗവർണർ ജനറൽ എന്ന് വിളിക്കുന്നത്? ഉത്തരവായി അല്ലെ. ഇനി സ്പീഡില് 1857 റിവോൾട്ട്. 1857 റിവോൾട്ട് ഡേറ്റ് പറ. എപ്പോഴാണ് ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്? നമ്മള് യെസ് 1857 സിപ്പോയ് റിവോൾട്ട്. യെസ് ശരിയാണ് അനൂപ്, ശരിയാണ്. മെയ് 10 അല്ലെ. നമുക്ക് 3 മാർക്കിനെ പോയിന്റ് എഴുതുന്നുണ്ടോ? അപ്പോ 4, 5 വരി ഈസ് ഇനഫ് അനൂപ്. എഴുതാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് അല്ലെ, നമുക്ക് പെട്ടെന്ന്. യെസ് മെയ് 10 എറ്റ് മീറത്ത് അല്ലെ, എറ്റ് മീറത്ത്. റിവോൾട്ടിന്റെ റീസൺസ്, റിവോൾട്ടിന്റെ പൊളിറ്റിക്കൽ റീസൺ, എക്കണോമിക്കൽ റീസൺ എല്ലാം നമ്മൾ ഡീപ്ലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. മിലിറ്ററി കോസസ് അല്ലെ, ഇൻഫെൻട്രി അല്ലെ, മംഗൾ പാണ്ഡെ എല്ലാം നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു അല്ലെ. ഈ സമയത്ത് ഭരിച്ചിരുന്ന ഗവർണർ ജനറൽ ആരാണ്? യെസ്, അതെല്ലാം നമ്മൾ മെയിൻസ് പെർസ്പെക്ടീവിൽ പഠിച്ചിട്ടുണ്ട്. ആരാണ് ഗവർണർ ജനറൽ? ലോർഡ് കാനിൻ. ലോർഡ് കാനിൻ ഗവർണർ ജനറൽ ആണ് ചോദിച്ചത്. ജെ ബഹദൂർ ഷാ രണ്ടാമൻ അപ്പോഴത്തെ മുഗൾ ചക്രവർത്തി അല്ലെ. എല്ലാവരും കൂടി പോയി മുഗൾ ചക്രവർത്തിയുടെ അല്ലെ ഇതിന് നേതൃത്വം നൽകണമെന്ന് പറയുന്നു. മുഗൾ ചക്രവർത്തി എന്ത് ചെയ്യുന്നു? എല്ലാ പ്രിൻസസിനും എല്ലാ പ്രിൻസിലി സ്റ്റേറ്റിലെ രാജാക്കന്മാർക്കും കത്ത് എഴുതുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എല്ലാവരും നിൽക്കണം അല്ലെ. ആ സ്റ്റോറി ഒക്കെ നമ്മൾ വളരെ ഡീപ്ലി കവേർഡ് ആണ്. യെസ്. ബീഹാറില് നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഹാറില് റിവോൾട്ടിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഹുമയൂൺ സ്റ്റോപ്പ് കൺകോർഡ്. യെസ് വെരി ഗുഡ്. കൻവർ സിംഗ് അല്ലെ, കൻവർ സിംഗ്. പേരുകൾ ഓർത്തിരുന്നോ? പ്രിലിംസിന് ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കും. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് യെസ് ജനറൽ ബക്ത് ഖാൻ. ജനറൽ ബക്ത് ഖാൻ അല്ലെ. ഗോളിയാറില് യെസ് സ്പീഡില് ഝാൻസി റാണി. വെരി ഗുഡ് ഝാൻസി റാണി. അപ്പൊ കാൺപൂരിൽ നാനാ സാഹിബ് അല്ലെ. നാനാ സാഹിബ് ആരായിരുന്നു? ഹുവോസ് നാനാ സാഹിബ്? അവസാനത്തെ പേഷ്വാ റൂളർ ആയിട്ടുള്ള താന്തിയ തോപ്പ് ഉണ്ട് കേട്ടോ. അവസാനത്തെ പേഷ്വാ റൂളർ ആയിട്ടുള്ള അല്ലെ ബാജിറാവുടെ ദത്തപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ ടൈറ്റിൽ അല്ലെ ഈ പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടു, ബ്രിട്ടീഷുകാരെല്ലാം മാറ്റി അല്ലെ. അപ്പൊ ഈ റിവോൾട്ടിന്റെ റീസൺസ്, റിവോൾട്ട് എന്തുകൊണ്ട് ഫെയിൽ ചെയ്തു, ഫെയിലർ ഓഫ് ദ റിവോൾട്ട് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചവര് അതൊന്നും നമ്മളിപ്പം പറയുന്നില്ല, അതൊക്കെ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് അല്ലെ. എന്തുകൊണ്ടാ ഫെയിലർ ആയി അല്ലെ. ഇന്ത്യ ഉടനീളം ഈ ഒരു റിവോൾട്ടിന് ഉണ്ടായിരുന്നില്ല അല്ലെ. നോർത്ത് ഓഫ് ദി നർമ്മദ എന്നൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. മെയിൻസിന് പോയിന്റ് എഴുതിക്കോളൂ. ലക്നൌവിൽ ആരായിരുന്നു? ലാക്ക് ഓഫ് യൂണിറ്റി. യെസ് ബീഗം ഹസരത്ത് മഹൽ അല്ലെ. ഇന്ത്യയുടെ ചക്രവർത്തിയായി അല്ലെ, ഇന്ത്യയുടെ ഷെഹൻഷായായി അല്ലെ, ചക്രവർത്തിയായി ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെ? സിപ്പോയിസ് തെരഞ്ഞെടുക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെ. ബഹദൂർ ഷാ ജഫർ രണ്ടാമൻ. അതിന്റെ ചരിത്രവും അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതോടുകൂടി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരികയാണ് അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ. കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ബ്രിട്ടീഷുകാര് ഇനി എന്ത് ചെയ്യും? കമ്പനി അല്ല, ഇനി ക്രൗൺ ഡയറക്റ്റ് ആയിട്ട് ഭരിക്കും അല്ലെ. ഗവർണർ ജനറൽ മാറി വൈസ്രോയ് ആയി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് കീഴിൽ കുറച്ചു പേരുണ്ടായി. എല്ലാം ഡിസ്കസ്ഡ് ആണ്. ഇന്ത്യയിൽ ഫസ്റ്റ് സെൻസസ് നടന്ന വർഷം വെരി ഗുഡ് 1872 ശരണ്യ അനൂപ്. 1872 മായോ പ്രഭു അല്ലെ. ഇന്ത്യയില് മരണപ്പെട്ട ഒരേ ഒരു വൈസ്രോയ് ആണ് മായോ പ്രഭു എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? അല്ലെ ആൻഡമാൻ. യെസ്
യെസ് യെസ് അല്ലെ, ശരിയാണ് അല്ലെ. ഇന്ത്യയിലല്ല, ആൻഡമാൻ. കൊല്ലപ്പെട്ടത് 1878 വെർണാക്കുലർ പ്രസ് ആക്ട്. 1878 വെർണാക്കുലർ പ്രസ് ആക്ട് ആരാണ് പാസ്സാക്കിയത്? വെർണാക്കുലർ പ്രസ് ആക്ട് ലിറ്റൻ. വെരി ഗുഡ്, ലിറ്റൻ. വൈസ്രോയ്മാരുടെ പേര് ഓർമ്മ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലെ. ലിറ്റനെ സംബന്ധിച്ചിടത്തോളം ലിറ്റനും റിപ്പണും അല്ലെ, രണ്ടും ഒരേപോലെ കേൾക്കാനുണ്ട് അല്ലെ. ലിറ്റൻ കുറച്ച് ക്രൂവൽ ആയിരുന്നു, റിപ്പൺ കുറച്ച് നല്ലതായിരുന്നു അല്ലെ. ഫാദർ ഓഫ് സെൽഫ് ഗവൺമെന്റ് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. ലിറ്റൻ പ്രഭു. ലിറ്റൻ പ്രഭു പാസ്സാക്കിയ വേറെ ആക്ടുകൾ എന്തൊക്കെയാണ്? ആംസ് ആക്ട്. വെരി ഗുഡ്. ആംസ് ആക്ട്. വെരി ഗുഡ് അല്ലെ. ആംസ് ആക്ട് ലൈസൻസ് ഏർപ്പെടുത്തി അല്ലെ. ആ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് കൊണ്ടുവന്നു. യെസ്, ഡൽഹി ദർബാർ. യെസ്, ആംസ് ആക്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് നടന്നപ്പോഴാണ്? ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് നടന്ന വർഷവും അതിന്റെ ലോഡ് 1881 ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് അല്ലെ. 1881 ലോർഡ് റിപ്പൺ നല്ല കുറച്ച് നല്ല വൈസ്രോയി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? യെസ്, ലോർഡ് റിപ്പൺ വാസ് നോൺ ആസ് പോപ്പുലർ വൈസ്രോയി അല്ലെ. പോപ്പുലർ വൈസ്രോയി എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ. 1882 ഹണ്ടർ കമ്മീഷൻ. 1882 ഹണ്ടർ കമ്മീഷനെ നിയമിച്ചതാരാണ്? അല്ല, എഡ്യൂക്കേഷണൽ കമ്മീഷൻ 1882 ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് യെസ് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു നിയമിച്ചത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി സംതിങ് അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവും. ബിക്കോസ് ആ റിപ്പൺ പോപ്പുലർ വൈസ്രോയി ആയിരുന്നു അല്ലെ. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ. ഹണ്ടർ കമ്മീഷൻ PYQ ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ഹണ്ടർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ്? പോസിറ്റീവായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. വെർണാക്കുലർ ലാംഗ്വേജിൽ പ്രൈമറി എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുക അല്ലെ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വെർണാക്കുലർ ലാംഗ്വേജിൽ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുക അല്ലെ. പ്രൈമറിലി പ്രധാനമായി കമ്മീഷന്റെ ഫോക്കസ് പ്രൈമറി എഡ്യൂക്കേഷനിലായിരുന്നു. യെസ്, ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഹണ്ടർ കമ്മീഷൻ 1882 റിപ്പൺ പ്രഭുവാണ് അപ്പോയിന്റ് ചെയ്തത്. സംതിങ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പ്രൈമറി എഡ്യൂക്കേഷൻ. എൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഏത് വൈസ്രോയുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, അഗെയിൻ റിപ്പൺ അല്ലെ. റിപ്പൺ ഇന്ത്യൻ ജഡ്ജിമാരെയും യൂറോപ്യൻ ജഡ്ജിമാരെയും ഒരേപോലെ ആക്കാൻ നോക്കി അല്ലെ. ഇതെന്ത് ചെയ്തു? റിപ്പന്റെ രാജിയിലേക്ക് നയിച്ചു. റിപ്പൺ അതോടുകൂടി ഇല്ലാതെയായി അല്ലെ. യെസ്. 1885 ഫോർമേഷൻ ഓഫ് INC. ആരായിരുന്നു അധ്യക്ഷൻ? ആരായിരുന്നു പ്രസിഡന്റ്? ആരായിരുന്നു? ഞാൻ ചോദിച്ചത് വൈസ്രോയ് ആരാന്നല്ല, പ്രസിഡന്റ് ആരായിരുന്നു എന്നാ ചോദിച്ചത്. WC ബാനർജി അല്ലെ. ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. WC ബാനർജി ആണ്. WC ബാനർജി അല്ലെ. AO ഹ്യൂം അല്ലെ. AO ഹ്യൂം ഓർക്കുക, പേരൊക്കെ ഓർക്കുക. നമ്മൾ ഇതൊക്കെ കവർ ചെയ്തതാണ്. ലോർഡ് ഡഫറിൻ ആയിരുന്നു അല്ലെ ആ സമയത്ത് ഗവർണർ ജനറൽ അല്ലെ. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റീസ് എന്നൊക്കെ വിളിച്ച് കളിയാക്കി. ഇനീഷ്യൽ സ്റ്റേജിൽ INC ഫോം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവഞ്ച്വലി ആ സപ്പോർട്ട് ഇല്ലാതെയായി അല്ലെ. നമ്മൾ ടേംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ് 1905 ബംഗാൾ പാർട്ടീഷൻ അല്ലെ. ബംഗാൾ പാർട്ടീഷൻ ആരായിരുന്നു വൈസ്രോയ്? ആരായിരുന്നു? കർസൺ അല്ലെ. കർസൺ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിനാണ് ബംഗാളിനെ 2 പാർട്ടീഷൻ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാലും അത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന് തടസ്സം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ ബംഗാൾ പാർട്ടീഷൻ ചെയ്യപ്പെട്ടത്. പിന്നീട് ഏത് വൈസ്രോയാണ് ഇത് ഇല്ലാതെയാക്കിയത്? റിവോക്ക് ചെയ്തത് ഏത് വൈസ്രോയാണ്? ഡിവൈഡ് ആൻഡ് റൂൾ. വെരി ഗുഡ്, ഡിവൈഡ് ആൻഡ് റൂൾ.
ലോർഡ് ഹർഡിഞ്ച് അല്ലെ, ഹർഡിഞ്ച് ആണ് പിന്നീട് റിവോക്ക് ചെയ്തത് അല്ലെ, ഹർഡിഞ്ച്. സൂറത്ത് സ്പ്ലിറ്റ് 1907, സൂറത്ത് സ്പ്ലിറ്റ് അല്ലെ, മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള പ്രശ്നം. ആരായിരുന്നു അധ്യക്ഷൻ? അധ്യക്ഷൻ ആരായിരുന്നു? യെസ്, ആർ ബി ഘോഷ് അല്ലെ, ആർ ബി ഘോഷ്. മിതവാദികളും തീവ്രവാദികളും അല്ലെ, എക്സ്ട്രീമിസ്റ്റുമായി ബ്രേക്ക് ചെയ്യപ്പെടുന്നു. എന്താണ് റീസൺ, എങ്ങനെയാണ് റീസൺ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ് മിലിറ്റന്റ് സ്കൂളിലേക്ക് വരുന്നത് അല്ലെ, എങ്ങനെയാണ് റെവല്യൂഷണറി അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്. മിന്റോ മോർലി റിഫോംസിന്റെ വർഷം, മിന്റോ മോർലി 1909. വെരി ഗുഡ്, 1909. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ ഇങ്ങനെ കത്തുന്നുണ്ടാവും അല്ലെ, സ്പീഡിൽ ഉത്തരം പറഞ്ഞിട്ട്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 അല്ലെ. എന്തായിരുന്നു ഇതിന്റെ പേർപ്പസ്? മിന്റോ മോർലി റിഫോംസിന്റെ ബേസിക് ഒരു പേർപ്പസ് എന്തായിരുന്നു? മുസ്ലിം റിസർവേഷൻ, പ്രൊവിൻസ് അല്ല, മുസ്ലിം റിസർവേഷൻ. ഡിവൈഡ് ആൻഡ് റൂളിന്റെ മറ്റൊരു തലമായിരുന്നു അല്ലെ, മുസ്ലിം. യെസ്, ശരിയാണ്. സെപ്പറേറ്റ് ഇലക്ട്രലേറ്റ്, മുസ്ലിം ഇലക്ട്രലേറ്റ് അല്ലെ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. എപ്പോഴും ബ്രിട്ടീഷുകാര് സക്സസ് ആയി കണ്ടിരുന്ന ഒരു മെത്തേഡാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡിവൈഡ് ആൻഡ് റൂൾ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെ, ഇന്ത്യയെ ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. യൂണിറ്റി എപ്പോഴാണ് അല്ലെ, ഹിന്ദു മുസ്ലിം യൂണിറ്റി എപ്പോഴാണ് വരിക, ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് അറിയാം എന്ത്, എങ്ങനെ, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. 1906 പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ. ഓർത്തിരിക്കുക കേട്ടോ, മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള PDF, IMCയുടെ PDF എല്ലാം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി അല്ലെ. ധാക്കയില് മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡൽഹി എപ്പോഴാണ്? ഡൽഹി ബിക്കംസ് ക്യാപിറ്റൽ ഫ്രം കൽക്കട്ട. ഏത് വർഷമാണ് ഡൽഹി കൽക്കട്ടയിൽ നിന്ന് ക്യാപിറ്റലിലേക്ക് മാറിയത്? 1911 അല്ലെ, 1911. അപ്പോഴത്തെ വൈസ്രോയ് ആരായിരുന്നു? ഇന്ത്യ കണ്ട് ആസ്വദിക്കാനല്ല എന്റെ പൂർവികർ ചെയ്തത് പോലെ തോക്ക്. യെസ്, ഹർഡിഞ്ച് പ്രഭു അല്ലെ. ഹർഡിഞ്ച് പ്രഭുവിന്റെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു അല്ലെ, പാർട്ടീഷൻ ഇല്ലാതെയാക്കിയത് ഹർഡിഞ്ച് പ്രഭുവാണ് അല്ലെ. പിന്നീട് 1913 ഗദ്ദാർ പാർട്ടി അല്ലെ, ഗദ്ദാർ പാർട്ടി സാൻ ഫ്രാൻസിസ്കോ ലാലാ ഹർദയാൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് വെരി ബേസിക്. ഗാന്ധിജി എപ്പോഴാണ് റിട്ടേൺ ചെയ്തത്? ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ്. വർഷം? ഗാന്ധിജി എപ്പോഴാണ് ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്തത്? യെസ്, 1915 അല്ലെ. ഗാന്ധിജിയുടെ വരവോടുകൂടി പുതിയ തരത്തിലേക്ക് ഇന്ത്യൻ സമരം മാറുകയാണ് ചെയ്തത് അല്ലെ. 1915. യെസ്, ഡേറ്റ് ഓർമ്മയുണ്ട് അല്ലെ, 1915 അല്ലെ, ജാനുവരി 9. ഈ ജാനുവരി 9 ആണ് പിന്നീട് പ്രവാസീയ ഭാരതീയ ദിവസമൊക്കെ ആയി അറിയപ്പെടുന്നത് അല്ലെ. യെസ്. ലക്നൗ പാക്ടിന്റെ വർഷം. ലക്നൗ പാക്ട് 1916. എന്തായിരുന്നു ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം? ഇത് ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താ? ലക്നൗ പാക്ട് അല്ല, INCയുടെ ലക്നൗ. യെസ്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നായി അല്ലെ, ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ള രീതിയിൽ കരാറ് അടിസ്ഥാന. അതേപോലെ തന്നെ മോഡറേറ്റ്. യെസ്, ആൻഡ് വെരി ഗുഡ്. റീയൂണിയൻ ഓഫ് ദി മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് അല്ലെ. അധ്യക്ഷൻ ആരായിരുന്നു? വാസ് ദി അധ്യക്ഷൻ? AC മജുംദർ അല്ലെ, AC മജുംദർ. ചമ്പാരൻ സത്യാഗ്രഹന്റെ വർഷം അല്ലെ, ഗാന്ധിജിയുടെ വരവോടുകൂടി പിന്നീട് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹം 1917. വെരി ഗുഡ്, 1917 അല്ലെ. ചമ്പാരൻ ഏത് ഡിസ്ട്രിക്റ്റിലായിരുന്നു? ബീഹാർ. യെസ്, രാജകുമാർ ശുക്ല. യെസ് അല്ലെ, പോയി വിളിക്കുന്നു, ഗാന്ധിജി വരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അല്ലെ. യെസ്, വെരി ഗുഡ്.
1990 നിങ്ങൾക്കറിയായിരിക്കും 1990 ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ നടക്കുന്നുണ്ട് അല്ലെ 1990 ഈ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മിച്ചേ റൗലറ്റ് ആക്ട് വെരി ഗുഡ് ഷിജിൻ റൗലറ്റ് ആക്ട് അല്ലെ റൗലറ്റ് ആക്ട് 1919 അല്ലെ കരി നിയമം വിചാരണ കൂടാതെ ഒരാളെ തടവിലൊന്ന് വെക്കും ജാലിയൻ വാലാബാഗ് മസ്ജിദ് യെസ് റൂബിനി ജിയ സുൽത്താൻ റിയ സുൽത്താൻ സോറി യെസ് ജാലിയൻ വാലാബാഗ് മസ്ജിദ് അല്ലെ ഏപ്രിൽ 13 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഭിഷേക് വെരി ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് 1990 ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 which is also known as മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് ഡിവൈഡ് ചെയ്തിട്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഗവൺമെന്റ് ഓഫ് ആക്ട് 1919 പ്രകാരം ജാലിയൻ വാലാബാഗ് നടക്കുന്ന സമയത്ത് നേതൃത്വം നൽകിയത് ആരായിരുന്നു ജാലിയൻ വാലാബാഗ് മസ്കറിന് നേതൃത്വം നൽകിയത് ആരാണ് ജനറൽ ഡയർ വെരി ഗുഡ് ജനറൽ ഡയർ അല്ലെ ആ സമയത്ത് പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു മൈക്കിൾ ഓ ഡയർ ഈ രണ്ടു പേര് മാറിപ്പോൻ പാടില്ല കേട്ടോ മൈക്കിൾ ഓ ഡയർ ഈ മൈക്കിൾ ഓ ഡയറിനെയാണോ ജനറൽ ഡയറിനെയാണോ ഉദ്ധം സിംഗ് കൊല്ലുന്നത് ഉദ്ധം സിംഗ് കൊല്ലുന്ന ആരാണ് യെസ് വെരി ഗുഡ് മൈക്കിൾ ഓ ഡയറിനെയാണ് ഉദ്ധം സിംഗ് കൊല്ലുന്നത് അല്ലെ സോ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അല്ലെ ജാലിയൻ വാലാബാഗ് മസ്കറിൻ റൗലറ്റ് ആക്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇതിന്റെയൊക്കെ ഒരു ഒരു റെസ്പോൺസ് ആയിട്ട് 1920 എന്തായി അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ യെസ് നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് യെസ് വെരി ഗുഡ് ശരണ്യ ഫസ്റ്റ് മാസീവ് അല്ലെ ഫസ്റ്റ് മാസ് പാർട്ടിസിപ്പേഷൻ കണ്ട വെരി ഗുഡ് ഫസ്റ്റ് മാൻ ഗാന്ധിജിയുടെ ഫസ്റ്റ് പൊളിറ്റിക്കൽ എൻട്രി അല്ലെ എന്നും പറയപ്പെടുന്നത് അല്ലെ ഗാന്ധിജീസ് ഫസ്റ്റ് പൊളിറ്റിക്കൽ എൻട്രി വെരി ഗുഡ് ഗാന്ധിജിയുടെ ഫസ്റ്റ് പൊളിറ്റിക്കൽ എൻട്രി എന്നും പറയപ്പെടുന്നുണ്ട് അല്ലെ മാസ് പാർട്ടിസിപ്പേഷൻ കണ്ടു ഖിലാഫത്ത് മൂവ്മെന്റിന്റെ വർഷം ഖിലാഫത്ത് മൂവ്മെന്റിന്റെ വർഷം ഖിലാഫത്ത് 1920 രണ്ടും ഒരേ വർഷം തന്നെയാണ് കേട്ടോ ഓർമ്മിച്ചിരിക്കുക ഖിലാഫത്ത് മൂവ്മെന്റ് 1920 അല്ലെ ഈ സ്പീഡിൽ ഒന്ന് പറഞ്ഞോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു അല്ലെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു ഞാൻ പറയാം നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു അല്ലെ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് അല്ലെ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു സറണ്ടർ ഓഫ് ടാക്സ് റിഫ്യൂംസ് ശരണ്യ വെരി ഗുഡ് ടാക്സ് റിഫ്യൂംസ് ബോയ്കോട്ട് ഓഫ് എലക്ഷൻസ് അല്ലെ റിഫ്യൂസൽ ടു സെർവ് ഇൻ ബ്രിട്ടീഷ് ആർമി അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പ്രൊമോഷൻ ഓഫ് സ്വദേശി പ്രിൻസിപ്പിൾ അല്ലെ സ്വദേശി പ്രിൻസിപ്പിൾസ് അല്ലെ സ്വദേശി അതിനെ ഇൻക്രീസ് അല്ലെ പ്രൊമോട്ട് ചെയ്തു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഇതില് നോൺ വയലന്റ് അല്ലെ ചൗരി ചേര ഇൻസിഡന്റ് യെസ് വെരി ഗുഡ് വെരി ഗുഡ് താഹിറ നജീബ് നോൺ വയലന്റ് ടാക്സ് ബോയ്ക്കോട്ട് സ്വദേശം ഇങ്ങനെ ടേമുകൾ ഓർത്തിരിക്കുക കേട്ടോ താഹിറ നജീബ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ പോയിന്റുകളാക്കിയിട്ട് ടേമുകൾ ഓർത്തിരിക്കുക എക്സാമിന് അല്ലെ വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് വെച്ച് നമുക്ക് എക്സാമില് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 21 അല്ലെ അതോടുകൂടി അല്ലെ ഈ നോൺ വയലന്റ് എന്തായിരുന്നു ഈ അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രധാന വാക്യം ഇത് തെറ്റിച്ചു അല്ലെ ഇതൊരു പ്രശ്നമായി റൈസ് ഓഫ് ദി മിലിറ്റന്റ് ആക്ടിവിറ്റീസ് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു ചൗരി ചേര ഇൻസിഡന്റ് അല്ലെ ചൗരി ചേര ഇൻസിഡന്റ് ഏത് സംസ്ഥാനത്തായിരുന്നു ഇന്ത്യയിലുള്ള നിലവിൽ UP അല്ലെ ഇതോടുകൂടി എന്ത് ചെയ്യുന്നു ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുന്നു യെസ് അല്ലേ ഇതോടുകൂടി ഗാന്ധിജി ചൗരി ചേര മൂവ്മെന്റ് പിൻവലിക്കുന്നു
സ്വരാജ് പാർട്ടിയുടെ വർഷം, സ്വരാജ് പാർട്ടിയുടെ വർഷം. CR ദാസും മോത്തിലാൽ നെഹ്റും. 1923. വെരി ഗുഡ് അല്ലെ. സ്വരാജ് പാർട്ടി PYQ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ PSCയുടെ PYQ ആണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം, അത് ഞാൻ ലാസ്റ്റ് പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് പ്രസിഡന്റ് CR ദാസ് അല്ലെ, ഫസ്റ്റ് സെക്രട്ടറി മോത്തിലാൽ നെഹ്റു, ഫസ്റ്റ് മീറ്റിംഗ് അലഹബാദ്. 1928 അല്ല, 1923 പിന്നീട് മേജർ ആയിട്ടുള്ള ഒരു 1928 സൈമൺ കമ്മീഷൻ അല്ലെ. സൈമൺ കമ്മീഷൻ റീച്ച്ഡ് ഇൻ ഇന്ത്യ അല്ലെ. സൈമൺ കമ്മീഷന്റെ ഉദ്ദേശം എന്തായിരുന്നു? സൈമൺ ഗോ ബാക്ക്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷന്റെ ലാലാ ലജ്പത് റായ് ലാത്തി ചാർജ് അല്ലെ. സാൻഡർസൺ, യെസ് യെസ് യെസ്. ശരണ്യ സുമേഷ്, വൈറ്റ് മാൻ. എന്താണ് ഇതിന്റെ മെയിൻ റീസൺ? നോ ഇന്ത്യൻ കമ്മീഷൻ. വാട്ട് വേർ ദ റീസൺ ബിഹൈൻഡ് ബ്ലാക്ക് ലാഗ് ഷോ ഓഫ് ദി സൈമൺ കമ്മീഷൻ? അല്ല, ഈ സൈമൺ കമ്മീഷൻ എന്തിനാണ് ഗവൺമെന്റ് ഫോം ചെയ്തത്? വാട്ട് വേർ ദ ഓക്കെ ഓക്കെ, അഭിഷേക് പറഞ്ഞിട്ടുണ്ട്, ഭരണ പരിഷ്കാരം അല്ലെ. 1919 ആക്ടില് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരണമെങ്കിൽ അല്ലെ, റിവ്യൂ ഓഫ് ദ 1919 ആക്ട് അല്ലെ. മെയിൻ പർപ്പസ് ഗവൺമെന്റ് റിഫോർമേഷൻ അല്ലെ, സൈമൺ കമ്മീഷൻ. ഇതിനെ ഇന്ത്യൻസ് എതിർത്തു. ബിക്കോസ് ഒരൊറ്റ ഇന്ത്യൻ മെമ്പർ പോലും ഉണ്ടായിരുന്നില്ല അല്ലെ, ഒരൊറ്റ ഇന്ത്യൻ മെമ്പർ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു സൈമൺ കമ്മീഷൻ. എത്ര മെമ്പേഴ്സ് ആയിരുന്നു സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്? ഓൾ വൈറ്റ്, യെസ്, ഓൾ വൈറ്റ്. 7, യെസ്, വെരി ഗുഡ്. 7. ബർദോളി സത്യാഗ്രഹത്തിന്റെ വർഷം, ബർദോളി സത്യാഗ്രഹത്തിന്റെ വർഷം. ഓഡിയോ അയച്ചാൽ കേൾക്കാൻ പറ്റില്ല കേട്ടോ. ആമിന 1928 അല്ലെ, ഒരേ വർഷമാണ് അല്ലെ. ലിങ്ക് ചെയ്ത് പഠിക്കുക. ബർദോളി സത്യാഗ്രഹം അല്ലെ, ഗുജറാത്തിലെ ബർദോളി സത്യാഗ്രഹം നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. സർദാർ എന്നാരാ വിളിച്ചത്? സർദാർ വല്ലഭായ് പട്ടേലിനെ സർദാർ എന്നാരാ വിളിച്ചത്? ഗാന്ധിജി, യെസ്, വെരി ഗുഡ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INC സെക്ഷൻ ഏതാണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INC സെക്ഷൻ 1929. യെസ്, 1929. 1929 അധ്യക്ഷൻ ആരായിരുന്നു? 1929 അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, യെസ് യെസ്. 1929 വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? 1929 INC സെക്ഷൻ ലാഹോറിലാണ് അല്ലെ, ലാഹോർ. ഫ്ലാഗ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ അധ്യക്ഷൻ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു അല്ലെ, ആദ്യമായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നു. ത്രിവർണ പതാക അംഗീകരിക്കുന്നു അല്ലെ. ജാനുവരി 26 സ്വതന്ത്ര ദിനമായി അല്ലെ. യെസ്, മുഹസിന. നിയമലംഘന പ്രസ്ഥാനം, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിയമലംഘന പ്രസ്ഥാനം. നിയമലംഘന പ്രസ്ഥാനം അല്ലെ. എന്താണ് നിയമലംഘന പ്രസ്ഥാനം? 1930 അല്ലെ, മാർച്ച് 12. ഡേറ്റ് ഒക്കെ ഓർത്തിരുന്നോ? ഡേറ്റ് ഒക്കെ PSC ചോദിക്കും. PSC ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കും ചെയ്യും. സോൾട്ട് സത്യാഗ്രഹ അല്ലെ, സോൾട്ട് സത്യാഗ്രഹ. എത്ര പേരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? എത്ര പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? 78. യെസ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1930. എവിടെ വെച്ചാണ് നടന്നത്? ലണ്ടൻ. ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? യെസ് ഓർ നോ? നോ. ഗാന്ധിജി ഏതിലാ പങ്കെടുത്തത്? ഗാന്ധിജി ഏത് വട്ടമേശ സമ്മേളനത്തിനാണ് പങ്കെടുത്തത്? 2. യെസ്, രണ്ടാം വട്ടമേശ സമ്മേളനത്തിനാണ് ഗാന്ധിജി ലണ്ടനിൽ പോകുന്നത്. ഓക്കെ, അതിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി ആർക്കീവ്സിൽ. ഓക്കെ, ഗാന്ധി ഇർവിൻ പാക്ടിന്റെ വർഷം? ഗാന്ധി ഇർവിൻ പാക്ടിന്റെ വർഷം 1931.
അല്ല, എന്തായിരുന്നു ഗാന്ധി ഇർവിൻ പാക്ട്? എന്തിനാണ് ഗാന്ധി ഇർവിൻ പാക്ട്? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദിസ്? 1931 ഗാന്ധി ഇർവിൻ പാക്ട്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നിർത്താൻ അല്ലേ? യെസ്, 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 യെസ്. വെരി ഗുഡ്. നിയമലംഘന പ്രസ്ഥാനത്തെ അല്ലെ സ്റ്റോം ഇൻ ടീ കപ്പ്. അതെ, അതെ, അശ്വതി, വെരി ഗുഡ്. വട്ടമേശ സമ്മേളനത്തിന് INC പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഗാന്ധി ഇർവിൻ പാക്ട് ശ്രമിച്ചിട്ടുണ്ട്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് നിയമലംഘന പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ച ആരായിരുന്നു? സ്റ്റോം ഇൻ ടീ കപ്പ്. യെസ്, ഇർവിൻ അല്ലെ. ഈ ഇർവിൻ തന്നെ അല്ലെ, നിയമലംഘന പ്രസ്ഥാനത്തെ ഇർവിൻ. 1932 പൂനെ പാക്ട്. എന്തിനായിരുന്നു പൂനെ പാക്ട്? എന്തിനായിരുന്നു പൂനെ പാക്ട്? എന്താണ് റീസൺ ബിഹൈൻഡ് ഇറ്റ്? റിസർവേഷൻ അല്ലെ. റിസർവേഷൻ അല്ലെ. സെപ്പറേറ്റ് കമ്മ്യൂണിറ്റീസ് ഫോർ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റീസ് അല്ലെ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ബ്രിട്ടീഷ് PM ആരായിരുന്നു? കമ്മ്യൂണൽ അവാർഡ്. യെസ്, കമ്മ്യൂണൽ അവാർഡ്. റൺസി മക്ഡൊണാൾഡ് അല്ലെ, കമ്മ്യൂണൽ അവാർഡ്. യെസ്, യെസ്, MC ഡാൺ. ഇത് പിന്നീട് ഗാന്ധിജി എന്ത് ചെയ്തു അല്ലെ? പൂനെയിലെ യർവാദ ജയിലിൽ ഗാന്ധിജി പോയിട്ട് എന്താണ് ഗാന്ധിജി പോയിട്ട് ഈ പറഞ്ഞ പോലെ സത്യാഗ്രഹം ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ? യർവാദ ജയിൽ, പൂനെയിലെ യർവാദ ജയിലിൽ. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരുന്നു അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ അല്ലെ? ബ്ലൂ പ്രിന്റ്. നമ്മളിപ്പോ ഉള്ള അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് 1935 ആക്ട് പ്രകാരമാണ് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് അവസാനം ഒരു വർക്ക് ബുക്ക് തരും. മോഡേൺ ഹിസ്റ്ററിയുടെ ഇന്ന് ഈ ക്ലാസ്സിന് അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് തരും. ഈ വർക്ക് ബുക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. വർക്ക് ബുക്ക് അല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറയും ഏതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ഫോർ മോഡേൺ ഹിസ്റ്ററി KS പെർസ്പെക്റ്റീവ്. ആഗസ്റ്റ് ഓഫറിന്റെ വർഷം 1940 അല്ലെ? എന്താണ് ആഗസ്റ്റ് ഓഫർ? ലോർഡ് ആരായിരുന്നു വൈസ്രോയി? ലിൻലിതോ ലോർഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇന്ത്യയുടെ സഹായം ഉറപ്പിക്കാൻ അല്ലെ? അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൊമോണിയൻ സ്റ്റാറ്റസ് അശ്വതി ഓഫർ കൊടുക്കുന്നു അല്ലെ? പിന്നീട് 1942 ഫേമസ് അല്ലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഏത് സെക്ഷൻ ആയിരുന്നു? ഡു ഓർ ഡൈ. ഗാന്ധിജിയുടെ ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി. ബോംബെ സെക്ഷൻ. വെരി ഗുഡ്. അഭിഷേക്, ബോംബെ സെക്ഷൻ ആണ്. ബോംബെ സെക്ഷൻ. ആരായിരുന്നു സമര നായിക? ടിപ്പിക്കൽ PSC ക്വസ്റ്റ്യൻസ്. ശരണ്യ ആഗസ്റ്റ് 8 ആണോ ആഗസ്റ്റ് 9 ആണോ? ശരണ്യ. അരുണ ആസിഫ് അലി. PSC എനിക്കൊരു കാര്യം മനസ്സിലായി. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? ഇത് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ജയപ്രകാശ്. പിൻ തീയതി വെച്ച ചെക്ക് അല്ലെ? പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? പിൻ തീയതി വെച്ച ചെക്ക്. ക്രിപ്സ് മിഷൻ. PYQ ആണ് കേട്ടോ. ക്രിപ്സ് മിഷൻ. ആസാദ് ഹിന്ദ് ഫൗജിന്റെ വർഷം. ആസാദ് ഹിന്ദ് ഫൗജ് അല്ലെ? ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയാം. 1945. യെസ്. 45 ആണോ 43 ആണോ? ആസാദ് ഹിന്ദ് ഫൗജ് 43. യെസ്, 43 അല്ലേ? ആസാദ് ഹിന്ദ് ഫൗജ് 43 ആണ് കേട്ടോ. 43.
യെസ്. INA ട്രയലിന്റെ വർഷം, INA ട്രയലിന്റെ വർഷം, INA ട്രയലിന്റെ വർഷം 1945 അല്ലെ? 1945 ചെങ്കോട്ട വിചാരണ അല്ലെ? സിംല കോൺഫറൻസിന്റെ വർഷം, സിംല കോൺഫറൻസിന്റെ വർഷം 1945 അല്ലെ? വേവൽ ലോഡ് അല്ലെ? ഇന്ത്യക്ക് മുൻഗണന ഫോർ പൊസിഷൻസ്. ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചത് ഏതാണ് വർഷം? ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചത് ഏതാണ് വർഷം? 1946. വെരി ഗുഡ്, വെരി ഗുഡ്. 1946 അല്ല? ഇന്ററിം ഗവൺമെന്റ്. ബോംബെ നേവി മ്യൂട്ടനി വർഷം പറയൂ. ബോംബെ നേവി മ്യൂട്ടനി 1946. യെസ്. അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ INS തൽവാർ അല്ലെ? INS തൽവാർ. PYK ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നല്ല. പിന്നീട് 1947 മൗണ്ട് ബാറ്റൻ പ്ലാന് അല്ലെ? അറ്റ്ലസ് ഡിക്ലറേഷൻ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മൾ പഠിച്ചു ഇപ്പോ കുറച്ച്. അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ കാരണങ്ങൾ എല്ലാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്പെക്ട്രത്തിൽ റീഡ് ചെയ്യണം. സ്പെക്ട്രത്തിൽ നിന്നല്ല എന്ത് ചെയ്യുക, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് UPSC എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നോട്ട്സ് അവൈലബിൾ കിട്ടും. ഓക്കെ. വാജിറാമിന്റെ അതേപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും. ഓക്കെ. വാജിറാം, പിന്നെ ദൃഷ്ടി IAS, നെക്സ്റ്റ് IAS എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേജുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആവും. അതിൽ വാജിറാം റവിയോ അല്ലെങ്കിൽ ദൃഷ്ടി IAS ബാബയോ, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് വായിച്ചിട്ട് നോട്ട്സ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ. മെയിൻസ് പെർസ്പെക്റ്റീവിൽ വായിക്കണം അല്ലെ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ് UPSC നോട്ട്സ് നടിക്കുമ്പോ വരും, റീഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഖിലാഫത്ത് മൂവ്മെന്റ്, അതേപോലെ തന്നെ ചൗരി ചേര ഇൻസിഡന്റ്, അടിക്കുക, എന്താണ് സംഭവിച്ചത്, സൈമൺ കമ്മീഷൻ, ഇതിന്റെയൊക്കെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡെപ്ത് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഡെപ്ത് ആയിട്ട് പഠിക്കണം. PSC എന്ത് ചെയ്യും, PSCക്ക് ഒരു ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നോക്കിയാൽ മതി. PSC ചോദിക്കുന്ന പണ്ട് കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, പഴയ പാറ്റേണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷെ എന്താ, കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയേ, ചോദിക്കുന്ന അതേ രീതി, അതേ എന്താ പറഞ്ഞാല് അതേ സ്ഥലത്ത് തന്നെയായിരിക്കും ചോദിക്കുക. പക്ഷെ എന്താ, ഡീപ്പിലേക്ക് ചോദിക്കും. അപ്പൊ എന്താ, ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈമൺ കമ്മീഷൻ, അതിനുശേഷമുള്ള ഈ പറഞ്ഞ പോലെ റൗലറ്റ് ആക്ട്, 1919 ആക്ട്, 1909 ആക്ട്, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങളുടെ രീതിയിൽ റീഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. വേണമെങ്കിൽ ഞാൻ നോട്ട് ഇട്ട് തരാം, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അവൈലബിൾ ആണ്, പല രീതിയിലും അവൈലബിൾ ആണ്. ഇനി സ്പീഡില് നമുക്ക് ഗവർണർ ജനറൽമാരുടെ കൂടി ഒന്ന് നോക്കിയാലോ, സ്പീഡില്. ഓക്കെ, ഗവർണർ ജനറൽമാരും ക്രോണോളജി അനുസരിച്ച് അവര് ഉണ്ടായിരുന്നപ്പോ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും. ഗവർണർ ജനറൽ സ്പീഡിൽ. ഓക്കെ, നിങ്ങൾ പോയിന്റ് പറയാം. റോബർട്ട് ക്ലൈവ് അല്ലെ? ഫസ്റ്റ് റോബർട്ട് ക്ലൈവ്. പറയൂ, റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയൂ. റോബർട്ട് ക്ലൈവ് സ്പീഡിൽ പറയൂ, സ്പീഡ്. ബക്സർ, യെസ്. ഫൗണ്ടർ ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെ? ഫൗണ്ടർ ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർ അല്ലെ? ബാബർ അല്ലെ? ബ്ലാക്ക് ഹോൾ ട്രാജഡി നടക്കുന്നത് റോബർട്ട് ക്ലൈവിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ? റോബർട്ട് ക്ലൈവ്, സിറാജദൌള യുദ്ധം, ബ്ലാക്ക് ഹോൾ ട്രാജഡി ഒക്കെ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഹി സ്റ്റാർട്ടഡ് ഡ്യുവൽ
ഡ്യുവൽ ഗവൺമെന്റ് അല്ലെ, ഡ്യുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ അല്ലെ, നിസാമത്തി റൈറ്റ് അല്ലെ, ദിവാനി റൈറ്റ്, അതൊക്കെ നമ്മൾ ഡീപ്ലി ഡിസ്കസ്ഡ് ആണ്. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് നടക്കുമ്പോൾ റോബർട്ട് ക്ലൈവ് ആയിരുന്നോ അല്ലയോ? ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്, ഓക്കെ, ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്, യെസ് ആണ്, വെരി ഗുഡ്. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് ആരൊക്കെ തമ്മിലായിരുന്നു നടന്നത് അല്ലെ? ആരൊക്കെ തമ്മിലാണ് ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്? ഇങ്ങനെ കണക്ട് ചെയ്യും, ബ്രെയിന് തിളച്ചു മാറട്ടെ. യെസ്, ബ്രിട്ടീഷ് ആൻഡ് ഫ്രാൻസ്. ഇതിൽ ആരായിരുന്നു വിക്ടറി ആയതല്ലേ? ബ്രിട്ടീഷ് ആൻഡ് ഫ്രാൻസ്. യെസ്, സാർ ഐറി, ഗുഡ്. യെസ്, സിറാജ് സുൽത്താന, ഗുഡ്, വെരി ഗുഡ്. ഇതിൽ ഫ്രഞ്ച് തോറ്റു അല്ലെ, ബ്രിട്ടീഷ് ജയിക്കുന്നു. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് 1760. ബാറ്റിൽ ഓഫ് പാനിപ്പത്തും ബാറ്റിൽ ഓഫ് ബക്സാറും, അതൊക്കെ വർഷവും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ട്രീറ്റി ഓഫ് അലഹബാദ് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? 1765 ട്രീറ്റി ഓഫ് അലഹബാദ് ഏത്? ബക്സർ, ഓർമ്മയുണ്ട്. യെസ്, ബംഗാൾ, വെരി ഗുഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവർണർ ജനറൽ മാത്രമേ നമ്മൾ നോക്കി പോകുള്ളൂ കേട്ടോ. ലോർഡ് വാരൻ ഹാസ്റ്റിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞേ. ലോർഡ് വാരൻ ഹാസ്റ്റിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയൂ. മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ ഈ ഗവർണർ ജനറൽമാരും അവരുടെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. യെസ്, റെഗുലേഷൻ ആക്ട് 1773 അല്ലെ? ബിക്കം ദ ഗവർണർ ജനറൽ ടു ദി റെഗുലേഷൻ ആക്ട് 1773 അല്ലെ? റെഗുലേഷൻ ആക്ട് നടക്കുമ്പോ വാരൻ ഹാസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. വെരി ഗുഡ് അല്ലെ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അക്കോർഡിംഗ് ടു ദിസ് 1773 ആക്ട്. റിംഗ് ഫെൻസ്, യെസ്, റിംഗ് ഫെൻസ്, ഇംപീച്ച്മെന്റ്. ശരണ്യ പറഞ്ഞ ഒരു ബിഗ് പോയിന്റ് ആണ് കേട്ടോ. ഹി വാസ് ദ ഗവർണർ ജനറൽ ഇംപീച്ച്ഡ് ബൈ ദി ബ്രിട്ടീഷ് പാർലമെന്റ് കേട്ടോ. ഇംപീച്ച് ചെയ്യപ്പെട്ട ഗവർണർ ജനറൽ ആണ്. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ട ഗവർണർ ജനറൽ ആണ് ലോർഡ് ഹാസ്റ്റിംഗ്, വാരൻ ഹാസ്റ്റിംഗ്. സുപ്രീം കോടതി, കൽക്കട്ടയിലെ സുപ്രീം കോടതി. BRD ഓഫ് റവന്യൂ. അസിയാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, മൂസിന, വെരി ഗുഡ്. അസിയാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അല്ലെ, വില്യം ജെയിംസ്, 1784. ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഗീതയുടെ ട്രാൻസ്ലേഷൻ അല്ലെ? ഇതൊക്കെ നടക്കുന്ന സമയത്ത് യെസ്, വെരി ഗുഡ്. ഗവർണർ ജനറൽ ഇംപീച്ച്ഡ് ബൈ ദ ബ്രിട്ടീഷ് ആർമി. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. വാരൻ ഹാസ്റ്റിംഗിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിൽ എന്തെങ്കിലും എഴുതാൻ പറ്റും. ട്രീറ്റി ഓഫ് സാൽബായ് 1773 പ്രകാരമാണ്, ജസ്റ്റ് ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ഗവർണർ ജനറൽ അല്ലെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി മാറുന്നത്. പിന്നീട് 1833 ഗവർണർ ജനറൽ മാറി അല്ലെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറുന്നത്. ഇത് 2024 UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അല്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, UPSC PYQ ആണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുന്നത് 1833 പ്രകാരമാണ്. അടുത്ത ലോർഡ് കോൺവാലിസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യം പറഞ്ഞേ. ലോർഡ് കോൺവാലിസ് പെർമനന്റ് സെറ്റിൽമെന്റ്, ഫസ്റ്റ് വരുന്ന വാക്കല്ലേ പെർമനന്റ് സെറ്റിൽമെന്റ്. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് അല്ലെ? തേർഡ് ആംഗ്ലോ മൈസൂർ വാർ, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അല്ലെ? നമ്മുടെ മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്ന സമയത്ത് അല്ലെ, കേരളയും ഉൾപ്പെടുന്ന ഒരു മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്ന സമയത്ത് ലോർഡ് കോൺവാലിസ് ആയിരുന്നു അല്ലെ? ലോർഡ് കോൺവാലിസ്. പെർമനന്റ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെ? പെർമനന്റ് സെറ്റിൽമെന്റ്, ജമീന്ദാരി, യെസ്, പെർമനന്റ് സെറ്റിൽമെന്റ് ലോർഡ് കോൺവാലിസ്. റൈറ്റ് വാലി സെറ്റിൽമെന്റ് ആരായിരുന്നു? യെസ്, മഹൽവാരി സെറ്റിൽമെന്റ്. റൈറ്റ് വാലി സെറ്റിൽമെന്റ് എല്ലാം നമ്മൾ ഡീപ്പായി പഠിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. അടുത്ത ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയെ കുറിച്ച് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? റിച്ചാർഡ് വെല്ലസ്ലി കേട്ടിട്ടുണ്ടാവും, റിച്ചാർഡ് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെ? അക്ബർ ഓഫ് ഈസ് നോൺ ആസ് ദി അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ.
ഫോർട്ട് വില്യം കോളേജ് അല്ലെ, ഫോർട്ട് വില്യം കോളേജ് ഫോർ ട്രെയിനിങ് അല്ലെ. ആർതർ വെല്ലസ്ലിയും റിച്ചാർഡ് വെല്ലസ്ലിയും രണ്ടും രണ്ടാണ് കേട്ടോ. സബ്സിഡറി അലയൻസ് അല്ലെ, വെല്ലസ്ലി. വെല്ലസ്ലി തൽക്കാലം നിങ്ങൾ വെല്ലസ്ലി എന്ന് ആലോചിച്ചോ. വെല്ലസ്ലി സബ്സിഡറി അലയൻസ് അല്ലെ. ഫസ്റ്റ് സൈൻഡ് ബൈ ഹൈദരാബാദി നിസാം. പഴശ്ശി റിവോൾട്ട് നടക്കുമ്പോ ആരായിരുന്നു ഗവർണർ ജനറല്? വെല്ലസ്ലി ആയിരുന്നു കേട്ടോ. പഴശ്ശി റിവോൾട്ടിന്റെ സമയത്ത് വെല്ലസ്ലി ആണ് അല്ലെ. വെല്ലൂർ മ്യൂട്ടണി നടക്കുമ്പോ ആരായിരുന്നു? വെല്ലൂർ മ്യൂട്ടണി നടക്കുമ്പോ നമ്മളിപ്പോ പഠിച്ചല്ലോ, ആദ്യത്തെ സിപ്പായി ലഹള. വെല്ലൂർ മ്യൂട്ടണി നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? ലോർഡ് ജോണ്. ജോണോ? ജോൺ ഏത് ജോണാ? ജോണാണോ ജോർജ് ആണോ? യെസ്, ജോർജ് ആണ് കേട്ടോ. ജോർജ് ബാർലോ കേട്ടോ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. വെല്ലൂർ മ്യൂട്ടണി, ലോർഡ് ജോർജ് ബാർലോ അല്ലെ. പിന്നീട് ചാർട്ടേഴ്സ് ആക്ട് വരുന്നു അല്ലെ. ചാർട്ടേഴ്സ് ആക്ട് വരുന്നു, അതൊക്കെ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. പൈക്ക റബല്യൻ എവിടെയാ സംഭവിച്ചത്? പൈക്ക റബല്യൻ ഏത് വർഷം? ഒഡീസ. വെരി ഗുഡ്, ഒഡീസ. പൈക്ക റബല്യൻ 1817 അല്ലെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് റെബല്യൻ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കണം അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെബല്യൻ മാത്രം ഒന്ന് ആലോചിച്ചിരിക്കണം. അടുത്ത ലോർഡ് വില്യം ബെന്റിക്. ഇതാണ് കഴിഞ്ഞ തവണ ചോദിച്ചത് അല്ലെ. വില്യം ബെന്റിക് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ആ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം, മെയിൻസിന്റെ ക്വസ്റ്റ്യൻ എഴുതാം, നിങ്ങൾ ഉത്തരം പറ. നമുക്ക് ഒരു പ്രാക്ടീസും കൂടി ചെയ്യാം ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതട്ടെ. മെയിൻസിന് ഒരു പ്രാക്ടീസ് കൂടി ആവുമല്ലോ. യെസ് ക്വസ്റ്റ്യൻ. ഇത് സ്ട്രീം 3 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നിരുന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാലോ. നമ്മുടെ സ്ട്രീം അല്ലായിരുന്നു. ഓക്കെ, സ്ട്രീം 3 അറിയാലോ. സ്ട്രീം 1ഉം സ്ട്രീം 3യും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം, ചില പ്രശ്നങ്ങൾ കൊണ്ട്. ഇത് സ്ട്രീം 3 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, വില്യം ബെന്റിക്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതട്ടെ. വില്യം ബെന്റിക് റിമൂവ്ഡ് ദ മോസ്റ്റ് atrocities പൈശാചികമായിട്ടുള്ള ഇവൻ ഫ്രം ദ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് പ്രൊവൈഡഡ് റിലീഫ് ടു ദ ഇന്ത്യൻസ് അല്ലെ. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. സ്ട്രീം 3 ചോദിച്ചാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വളരെ എളുപ്പത്തിലല്ലേ. സതി എന്നുള്ള ഒറ്റ വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാം. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം 3 മാർക്കിനാണ്. നിങ്ങൾക്കറിയാം 3 മാർക്കിന് 5 വരി നിങ്ങൾക്ക് ഉണ്ടാവും. ഈ 5 വരിയിൽ നിങ്ങൾ എന്താ എഴുതുക? ഫസ്റ്റ് തഗ് എന്നൊന്നും എഴുതരുത്. ഫസ്റ്റ് സതിയെ. ഇവിടെ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നത് സതിയെ കുറിച്ചാണ് കേട്ടോ. സതിയെ കുറിച്ചാണ് അല്ലെ. ഇതെങ്ങനെ നിങ്ങൾ എഴുതും? ഫസ്റ്റ് സെന്റൻസ് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ആൻസർ എഴുതുന്ന സമയത്ത് ആദ്യത്തെ 1, 2, 3 സെന്റൻസുകൾ എപ്പോഴും ഓക്കെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ ആയിരിക്കണം. ചുമ്മാ പെർമനന്റ് സെറ്റിൽമെന്റ് ചോദിക്കുമ്പോ മെഹൽവാരി സെറ്റിൽമെന്റ് എഴുതരുത്. അല്ലെ, അതുകൊണ്ട് എപ്പോഴും വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അബോളിഷ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്സ്. വെരി ഗുഡ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് സതി, അബോളിഷൻ ഓഫ് സതി അല്ലെ. അബോളിഷൻ ഓഫ് സതി ക്വസ്റ്റ്യനെയറും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അല്ലെ. യെസ്, നമുക്ക് അനൂപ് പറഞ്ഞ പോലെ രാജാറാം മോഹൻ റോയിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ. ഈ ഒരു ഉത്തരത്തിൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് രാജാറാം മോഹൻ റോയിയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സാമിനർക്ക് ഈ കുട്ടി ഇത് പഠിച്ചിട്ടുണ്ട്, ഈ കുട്ടിക്ക് ഇത് അറിയാം അല്ലെ. എന്തായാലും ഗ്യാരണ്ടീഡ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും.
അബോളിഷൻ ഓഫ് സതി, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്സ് അല്ലെ. രാജാറാം മോഹൻ റോയിയെ നിങ്ങൾ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. രൂപിണി സച്ചിൻ. യെസ് യെസ്, അബോളിഷൻ ഓഫ് സതി അല്ലെ. വില്യം ബെൻഡിക് അല്ലെ, വില്യം ബെൻഡിക് അല്ലെ. ഉത്തരം സ്ട്രെച്ച് ചെയ്യാം, നമുക്ക് ഉത്തരം ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, വില്യം ബെൻഡിക് ഈസ് വെരി വെൽ known for his social and administrative reforms അല്ലെ. സോഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഫസ്റ്റ് വരി. നമുക്കിവിടെ UPSC എഴുതുന്ന പോലെ ഇൻട്രൊഡക്ഷനും ഈ ബോഡിയും കൺക്ലൂഷനും എഴുതാവുന്ന സ്ഥലമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഫസ്റ്റ് വരിയിൽ നമ്മൾ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ചുമ്മാ അല്ലെ, വില്യം ബെൻഡിക് ഈസ് വെരി വെൽ നോൺ ഫോർ ഹിസ് സോഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് സച്ച് ആസ് abolition of sati അല്ലെ, abolition of sati, influenced by Western education, by the influence of രാജാറാം മോഹൻ റോയ് അല്ലെ. നമ്മള് ഇന്ത്യൻ റിഫോമറുടെയും കൂടി പേര് കൊണ്ടുവന്നു. ഇവിടെ എക്സാമിനർ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് സതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. വില്യം ബെൻഡിക് റിമൂവ്ഡ് ദ മോസ്റ്റ് അട്രോഷ്യസ് ഇവിൽ അല്ലെ, അത് സതി ആയിരുന്നു, സതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ബൈ ദി ഇൻഫ്ലുവൻസ് ഓഫ് രാജാറാം മോഹൻ റോയ് അല്ലെ. രണ്ടാമത്തെ ഞാൻ എന്ത് ചെയ്തു, ഫീമെയിൽ ഇൻഫാന്റിസൈഡ് അല്ലെ, എഴുതിക്കൂടെ? അല്ലേ. ശരണ്യ, ഉദാരമനസ്കനായ റെഗുലേഷൻ ഓഫ് 17 years. രൂപിണി ഓർമ്മ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതിക്കോട്ടോ. പ്രോഹിബിഷൻ ഓഫ് സതി എന്ന് പറഞ്ഞിട്ട് റെഗുലേഷൻ 17 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എഡ്ജ് പോയിന്റ് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് ഒരു 1/2 മാർക്കെങ്കിലും കൂടുതൽ കിട്ടും. ഒരുപാട് പേരൊന്നും ആ പോയിന്റ് എഴുതില്ല. റെഗുലേഷൻ 17 അല്ലെ, ഏത് ആക്ട് പ്രകാരമാണ് അബോളിഷ് ചെയ്തതെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഫീമെയിൽ ഇൻഫാന്റിസൈഡ് അല്ലെ, അതേപോലെ തന്നെ തഗ്സ് ജെ റെഗുലേഷൻ 17 എന്ന് പറഞ്ഞാൽ ആ ആക്ട് പ്രകാരമാണ് സതിയെ അബോളിഷ് ചെയ്തത്. തഗ്സിനെ അടിച്ചമർത്തി അല്ലെ. സർപാസിംഗ് തഗ്സ് ആൻഡ് പ്രൊമോട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സതിയെ കുറിച്ച് എന്തായാലും നിങ്ങൾ മെൻഷൻ ചെയ്തേ പറ്റൂ. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ഉദ്ദേശിക്കുന്നത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ സതിയെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആസ് വെൽ ആസ് ദ ഫീമെയിൽ ഇൻഫാന്റിസൈഡ്സ്, അതിനെക്കുറിച്ച് എഴുതിക്കോളുക. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ സ്ട്രീം 3 വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഗവർണർ ജനറലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. elucidate the administrative reforms implemented by Lord Cornwallis as Governor General. 3 മാർക്ക് അല്ലെ.
ഇപ്പൊ എനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. ലോർഡ് കോൺവാലിസിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ജമീന്ദാരി സിസ്റ്റം, യെസ്, വെരി ഗുഡ് ശരൺ. ഇതിന്റെ ഉത്തരം നമുക്ക് ഇപ്പൊ എഴുതണ്ട, എന്നിരുന്നാലും നിങ്ങൾക്ക് അറിയാലേ. വെരി ഗുഡ്. ഈ രീതിയിൽ ഗവർണർ ജനറലുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഞാൻ ഇതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാ, ഓരോരോ പോയിന്റുകൾ അല്ലെ, ചുമ്മാ ഒരു വലിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ 2 പേജ് 3 പേജ് നോട്ടൊന്നും വായിച്ച് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഓരോരോ കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ അറിയാം. എക്സാമിന് ചോദിക്കുന്ന സമയത്ത് അത് എഴുതി വെക്കുക അല്ലെ. ഇതാണ് മെയിൻസ്. അല്ലാതെ ചുമ്മാ ഒരുപാട് കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ച് അത് എഴുതി വെക്കുക എന്നുള്ളതല്ല മെയിൻസ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, നമ്മള് ലോർഡ് വില്യം ബെന്റിക്കിന്റെ അടുത്താണ് ഉള്ളത് അല്ലെ. ലോർഡ് വില്യം ബെന്റിക്ക് സതി പ്രോഹിബിറ്റ് ചെയ്തു, ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, തഗ്സിനെ അടിച്ചമർത്തി അല്ലെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു അല്ലെ, ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 അല്ലെ, ആ വർഷം ആലോചിച്ചാൽ മതി, ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833. ചാൾസ് മെറ്റ്കഫെ, ലോർഡ് സർ ചാൾസ് മെറ്റ്കഫെ. മെറ്റ്കഫയെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞേ, ഒറ്റൊരു പോയിന്റ് പറഞ്ഞേ, ചാൾസ് മെറ്റ്കഫേനെ കുറിച്ചിട്ട്. പ്രസ് ലോ, വെരി ഗുഡ്. പ്രസ് ലോ പാസ്സാക്കി അല്ലെ, വിച്ച് ലിബറേറ്റഡ് ദ ഇന്ത്യൻ പ്രസ് അല്ലെ. അതുകൊണ്ട് തന്നെ ചാൾസ് മെറ്റ്കഫെ ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ലിബറേറ്റർ ഓഫ് ദ പ്രസ് PYQ ആണ് കേട്ടോ. ഇനി ഡൽഹൌസിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാട്ടെ. ഡൽഹൌസിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാട്ടെ. ലോർഡ് ഡൽഹൌസി, ഒരുപാട് എഴുതാണ്ടാവും അല്ലെ. ഫസ്റ്റ് പോയിന്റ്, ഫാദർ ഓഫ് ദ മോഡേൺ ഇന്ത്യ, ഗവർണർ ജനറൽ അല്ലെ. ലോർഡ് ഡൽഹൌസിയാണ് ഫാദർ ഓഫ് ദ ഗവർണർ ജനറൽ എന്ന്. അടുത്ത വർഷം മേ ബി ഡൽഹൌസിയെ കുറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞല്ലേ ഡൽഹൌസി, യെസ്, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, സ്റ്റാർട്ടപ്പ് ടെലിഗ്രാഫ്, റെയിൽവേ അല്ലെ, വുഡ്സ് ഡിസ്പാച്ച്, എല്ലാം ലോർഡ് ഡൽഹൌസിയെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. യെസ്, വിഡോ റിമേറേജ്, മോഡേൺ ആക്ട്. ലോർഡ് കാനിൻ, ലോർഡ് കാനിനെ കുറിച്ച് അറിയുന്നത് അല്ലെ, ലോർഡ് കാനിനെ കുറിച്ച് എന്താണ് അറിയുന്നത്? യെസ്, 1857 റിവോൾട്ട് അല്ല, ലോർഡ് കാനിൻ 1857 റിവോൾട്ടും ഫസ്റ്റ് വൈസ്രോയും. ജനറൽ സർവീസസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് ലോർഡ് കാനിൻ ആണ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ. എല്ലാ ഫ്യൂച്ചറിൽ വരുന്ന പുതിയ പട്ടാളക്കാരും ബ്രിട്ടീഷുകാർ പറയുന്ന സ്ഥലത്ത് പോയി പണിയെടുക്കണം. അതേപോലെ തന്നെ 3 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെ, കൽക്കത്ത, മദ്രാസ്, ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ലോർഡ് കാനിന്റെ സമയത്താണ്. ദർബാർ അല്ലെ, 1858 അല്ലെ. ക്യൂൻ വിക്ടോറിയ പ്രൊക്ലമേഷൻ, ദർബാർ അലഹബാദില്. യെസ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ലോർഡ് മായോ, യെസ്, ലോർഡ് മായയെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ്, സർപ്രാസ്ഡ് വഹാബി കൂക്ക മൂവ്മെന്റ് അല്ലെ. കൂക്ക മൂവ്മെന്റ്, വഹാബി മൂവ്മെന്റ് ഒക്കെ അടിച്ചമർത്തിയാണ് മായോ പ്രഭു. അതുകൊണ്ട് തന്നെയാണ് അല്ലെ. യെസ്, അഗ്രി ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫസ്റ്റ് സെൻസസ്, എക്സെട്ര എക്സെട്ര. ലോർഡ് ലിറ്റനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആംസ് ആക്ട്, ടയർ, അതെല്ലാം നമ്മൾ വെർണാക്കുലർ ആക്ട് അല്ലെ. ഫെമൈൻ കമ്മീഷൻ അണ്ടർ റിച്ചാർഡ് സ്റ്റാൻസി. റിച്ചാർഡ് സ്റ്റാൻസിന്റെ കീഴിലുള്ള ഫെമൈൻ കമ്മീഷൻ ലോർഡ് ലിറ്റന്റെ സമയത്തായിരുന്നു കേട്ടോ. പിന്നീട് റിപ്പൺ വരുന്നു. റിപ്പന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. യെസ്, ആംഗ്ലോ അഫ്ഗാൻ വാർ. യെസ്, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി നമ്മൾ പറഞ്ഞു. ലോർഡ് കർസനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മിൻഡോ, ലോർഡ് ഹർദിഞ്ച്. യെസ്,
യെസ്, ദാറ്റ്സ് ഇനഫ്. ബാക്കി മേജർ ആയി വരുന്ന എല്ലാ വൈസ്രോയികളുടെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ മോഡേൺ ഇന്ത്യ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാനുണ്ട്. യെസ്, ഓക്കെ. ഓക്കെ, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാം. എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. ഓക്കെ, ഞാൻ ഫസ്റ്റ് മുതലേ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയഗ്രം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ട്രാൻസിഷൻ ഓഫ് മുഗൾ അല്ലെ, മുഗളല്ല, മിഡീവൽ ടു മോഡേൺ. അവിടെ ലേറ്റർ മുഗൾസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. എക്സാം പെർസ്പെക്റ്റീവില്, KS എക്സാം പെർസ്പെക്റ്റീവില് ഞാൻ പറഞ്ഞു ഏതൊക്കെ പോയിന്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് അല്ലെ. പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞു പ്രിലിംസിൽ നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെ, 4 മുതൽ ഒരു 6 മാർക്കിന്റെ 4 മാർക്സ് അല്ല ക്വസ്റ്റ്യൻസ്, മിനിമം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലെ. മെയിൻസിനും അതേപോലെ തന്നെ നമ്മളിപ്പോ കണ്ടു അല്ലെ, മെയിൻസിനും ഇമ്പോർട്ടന്റ് ആണ്, മോഡേൺ ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസിന്റെ ഇടയിൽ അല്ലെ, ഈ 10 ലെക്ചേഴ്സിന്റെ ഇടയിൽ നമ്മൾ ചെയ്തിട്ടും ഉണ്ട്. ഇന്നും നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ KS പെർസ്പെക്റ്റീവില് മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, എന്ത് മോഡേൺ ഹിസ്റ്ററിയിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന് PhD എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, എന്നിരുന്നാലും PhD എടുക്കേണ്ട ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, നിങ്ങളടുത്ത് ഞാൻ PhD എടുത്തോന്ന് പറയുന്ന ടോപ്പിക്കുകളുണ്ട്. അത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കർണാട്ടിക് വാർ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, കർണാട്ടിക് വാർ, ആംഗ്ലോ മൈസൂർ വാർ, മറാത്ത വാർ, അങ്ങനെയുള്ള ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഉണ്ടല്ലോ, ബ്രിട്ടീഷ് സുപ്രമസി റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ടേഴ്സ് ആക്ട്, ഈ ആക്ടുകൾ ഉണ്ടല്ലോ, 1858-53 വരെയുള്ള ആക്ട് അല്ലെ, ഈ ആക്ടുകളും കറക്റ്റ് ആയിട്ട് പഠിക്കണം. 1773 റെഗുലേഷൻ മുതലുള്ള 1853 ആക്ട് വരെ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കാര്യങ്ങളും. 1813 അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് INC ഫോർമേഷൻ അല്ലെ, INC ഫോർമേഷന് മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, പെസന്റ് റിവോൾട്ടുകൾ, ട്രൈബൽ റിവോൾട്ടുകൾ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്. ഇതിൽ ട്രൈബൽ റിവോൾട്ടും പെസന്റ് റിവോൾട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിലെ നിങ്ങൾ പഠിച്ചിരിക്കണം, ചോദിക്കാം. ബ്രഹ്മസമാജ്, ആദി ബ്രഹ്മസമാജ് എല്ലാം ഉണ്ടല്ലോ, ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, PDF ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രൈബൽ റിവോൾട്ടും പെസന്റ് റിവോൾട്ട് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഇൻഡിഗോ റിവോൾട്ട്, അതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര നമ്മൾ കേട്ടിട്ടുള്ള റിവോൾട്ടുകൾ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഈ ട്രൈബൽ റിവോൾട്ടും പെസന്റ് റിവോൾട്ടിന്റെയും PDF എടുത്ത് റീഡ് ചെയ്യാം അല്ലെ. അതിൽ ചിലത് കാണുമോ, ഇൻഡിഗോ റിവോൾട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ബാക്കി നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത റിവോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ലീവ് ചെയ്തോ. നമ്മൾ ഇൻഫർമേഷൻ ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്കത് എക്സാമിന് മാർക്ക് ആക്കാൻ പറ്റണം. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ അല്ലെ, നമുക്ക് 2 വർഷവും 3 വർഷവും ഡിഗ്രി എക്സാം പോലുള്ള സമയമൊന്നുമില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയി എക്സാം എഴുതുക. ഈ 4 ക്വസ്റ്റ്യൻ ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും ഈ മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മെയിൻസിനും നമുക്ക് കിട്ടണം. പക്ഷെ മെയിൻസിന്റെ പ്രിലിംസിനും മെയിൻസിനും ഇടയിൽ 4 മാസമുണ്ട്. ഈ 4 മാസം കൊണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ റൈറ്റിംഗ് സ്കില്ലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. പ്രിലിംസ് എങ്ങനെയെങ്കിലും ഈ 1000 പ്രിലിംസിൽ നമുക്ക് എത്തിപ്പെടണം. അതാണ് നമ്മുടെ ഫസ്റ്റ്. നമ്മൾ
കണ്ണും നട്ട് കാത്തിരിക്കേണ്ടത് ഈ 1000-ലേക്ക് എത്തണം, അല്ലെ? 1000-ലേക്ക് എത്തണം. മെയിൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. സിലബസ് ഈ പറഞ്ഞിട്ട് 100% കംപ്ലീറ്റ് ആയിട്ട് പഠിക്കലൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം, അല്ലെ? പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് നിങ്ങൾ പഠിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ചാനലും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവർ പോയി 10 ക്ലാസ്സും കാണാം, അപ്പം മനസ്സിലാവും. ഞാനൊരു ഉറപ്പ് തരാം, ഈ 10 ക്ലാസ്സിൽ തന്നെ മെയിൻസിന് എഴുതേണ്ട ഒരുപാട് പോയിന്റുകൾ ഇൻഡയറക്ട്ലി ഡയറക്ട്ലി നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ പറയുന്ന പോലെ പഠിച്ചാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്റെ ക്ലാസ് കണ്ടാലും അതിനുശേഷം ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഇന്ന PDF നിങ്ങൾ പഠിക്കണം, ഇന്ന PDF നിങ്ങൾ പഠിക്കണം. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഗൈഡൻസ് പ്രകാരം നിങ്ങൾ പഠിക്കണം, അല്ലെ? നിങ്ങൾ ഒരുപാട് സമയം വേസ്റ്റ് ആവില്ല. ബിക്കോസ് ഐ ആം ഗിവിംഗ് യു ഗൈഡൻസ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് എ ഗൈഡൻസ്. ബാക്കി ക്ലാസ്സസ് ഒക്കെ എവിടെയാണെന്നോ ശരണ്യ? യൂട്യൂബിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ 10 ക്ലാസ്സിന്റെയും ഒരു ലിങ്ക് ആക്കിയിട്ട് തരാം, മോഡേൺ ഹിസ്റ്ററിയുടെ. ഇതിൽ സോഷ്യൽ റിലീജിയസ് റിഫോംസ് പഠിക്കണം. അതിനുശേഷം INC ഫോം ചെയ്യുന്നതിന് മുമ്പ് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഉണ്ട്, അല്ലെ? കുറച്ച് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ബിഫോർ ഫോമിങ് INC പഠിക്കണം. പിന്നീട് INC ഫോർമേഷൻ ഇമ്പോർട്ടന്റ് ആണ്. INC ഫോർമേഷനും പ്രസിഡൻസി കാര്യങ്ങൾ, സൂരജ് സ്പ്ലിറ്റ്, പിന്നീട് സ്വദേശി, പറഞ്ഞ പോലെ ഈ മൂവ്മെന്റ്, എക്സ്ട്രീമിസ്റ്റ്, അത് ഇത് കാര്യങ്ങൾ, അല്ല? പിന്നീട് ലക്നോ പാക്ട്, ഒരുമിച്ച് കൂടുന്നു, പിന്നെയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഖിലാഫത്ത് മൂവ്മെന്റ്, സൈമൺ കമ്മീഷൻ, ചൗചേര ഇൻസിഡന്റ്, എക്സെട്ര അങ്ങനെ ഇങ്ങനെ, അല്ലെ? INA ട്രയൽ, അങ്ങനെ മോഡേൺ ഹിസ്റ്ററി ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻസ് പെർസ്പെക്ടീവിൽ കുറച്ച് ഡെപ്ത് ആയിട്ട് നോക്കണം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ നമ്മൾ ചുമ്മാ ബേസിക്സ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുക ചെയ്തത്. എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ സ്വയമായി നോക്കണം. സ്പെക്ട്രം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പോകുക, ഓൺലൈൻ സൈറ്റ് എടുക്കുക, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് UPSC നടിക്കുക, സൈറ്റ് കയറുക, ജസ്റ്റ് റീഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് വാജറാമോ, രവിയോ, IS ബാബിയോ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കിട്ടും. 5 മിനിറ്റ്സ് പോലും വേണ്ട. ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ഖിലാഫത്ത് മൂവ്മെന്റ് അടിക്കുക, UPSC നോട്ട്സ് അടിക്കുക, കയറുക, നോക്കുക, വായിക്കുക. പറ്റുമെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. സോ ഇത്രയുമാണ് നിങ്ങൾ മോഡേൺ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്. 10 ലെക്ചർ ഉണ്ട്. ഈ 10 ലെക്ചർ നിങ്ങൾ കാണണം. ഞാൻ തന്നിട്ടുള്ള PDF ഉണ്ട്, അത് നിങ്ങൾ നോക്കണം. മെയിൻസും പ്രിലിംസും പെർസ്പെക്ടീവിലാണ്. PDF ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻ ഈ പറഞ്ഞ സൂം ഒക്കെ ചെയ്ത് സ്ക്രീൻ ഷോട്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞ പോലെ PDF ഒക്കെ ആക്കി എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. സോ മോഡേൺ ഹിസ്റ്ററിയുടെ പെർസ്പെക്ടീവിൽ എനിക്കറിയാം, ക്ലാസ്സുകൾ മതിയേരും കാണുന്നവനാണെങ്കിൽ, പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യുന്നവനാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് അറിയാം മോഡേൺ ഹിസ്റ്ററിയിൽ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, അല്ലേ? സോ ഞാൻ ഇവിടെ ഉള്ളത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാനാണ്, അല്ലെ? ചുമ്മാ കാട് കയറി പഠിക്കാതെ PSC എന്ത് ചോദിക്കുന്നു, അല്ലെ? പ്രയോറിറ്റൈസ് ചെയ്ത് സബ്ജക്ട് പഠിക്കുക. സോ നമ്മുടെ മോഡേൺ ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്കുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാളെ നിങ്ങൾക്ക് ഒരു മിനി ടെസ്റ്റ് ഉണ്ടാവും. ഒരു 25 മാർക്കിന് മിനി ടെസ്റ്റ് ഉണ്ടാവും. മോഡേൺ ഹിസ്റ്ററി PDF ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ ആൻസർ കീ എക്സ്പ്ലനേഷൻ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഡ്യൂട്ടി, ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സ്വദേശി മൂവ്മെന്റും അതും ഇതും അതിന്റെ ഒക്കെ നോട്ടുകൾ സെർച്ച് ചെയ്ത്, അല്ലെ, വാജിറാമിന്റെയോ IS ബാബിയുടെയോ ഒക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. ക്ലിയർ അല്ലേ? ഇതിനുശേഷം ഒരു മിനി ടെസ്റ്റ് ഉണ്ടാവും നാളെ. പിന്നീട് എന്ത് ചെയ്യണം? ജോഗ്രഫിയുടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ജോഗ്രഫിയും പൊളിറ്റിയും ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ 50-50 ആണ് നിങ്ങൾ ഇപ്പോ പോൾട്ടത്. കറക്റ്റ് 50-50യിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇന്ന് രാത്രി കൂടി വെയിറ്റ് ചെയ്യും. അതിൽ ഏതിനാണോ ഒരു പോൾ എക്സ്ട്രാ ഉള്ളത് അത് നമ്മൾ അടുത്ത് പഠിക്കും, വെദർ ഇറ്റ്സ് ജോഗ്രഫി ഓർ പോളിറ്റി. നിങ്ങൾ കറക്റ്റ് 50-50 ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ മെജോറിറ്റി ഡിസിഷൻ ആയിരിക്കും നമ്മൾ പഠിക്കുക, ജോഗ്രഫിയോ അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി പോളിറ്റിയോ. നിങ്ങൾ നോക്കൂ, പോളില് 50-50 ആണ് ഇപ്പോൾ ഉള്ളത്. ഇതിനുശേഷം ഈ വീക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? മോഡേൺ ഹിസ്റ്ററിയുടെ PYQ.
ഓക്കെ, PSCയുടെ PYQ നമുക്ക് മുഴുവൻ ചെയ്യണം. 2021 മുതലുള്ള 2024 വരെയുള്ള PYQ നമുക്ക് ചെയ്യണം. ഓക്കെ, ഡിഗ്രി ലെവലാണ്. ഡിഗ്രി ലെവല് പ്രിലിംസ് പ്ലസ് മെയിൻസ്. ഇതെന്താണ്, നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നിങ്ങൾക്ക് ഈ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകൾ. ജോഗ്രഫിയോ പൊളിറ്റിയോ തീരുമാനിച്ചിട്ടില്ല. പോളോ നോക്കട്ടെ ഇന്ന് രാത്രി കൂടി. ഇതുവരെയും ജോഗ്രഫിയാണ് കൂടുതൽ, പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോ 50-50 റൂബിനി മെജോറിറ്റി ഡിസിഷൻ ആയിരിക്കും പഠിക്കാം. ഓക്കെ, ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി ഡിസിഷൻ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. ഇന്ന് രാത്രി വരെ ഞാൻ വെയിറ്റ് ചെയ്യും. റൈറ്റ്. സോ ഇതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഒരു കാര്യം, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മറന്നു പോകാൻ പാടില്ലേ. പഠിക്കണം കേട്ടോ, ഡെഫിനറ്റ്ലി പഠിക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണെങ്കിലും KSനാണെങ്കിലും സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും എല്ലാത്തിനും ഇത് പഠിക്കണം. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, KSന് മാത്രമല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണെങ്കിലും സബ് ഇൻസ്പെക്ടറിനാണെങ്കിലും ടോപ്പ് 50 വരണമെങ്കിലും മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിച്ചേ പറ്റൂ. പോൾ എവിടെയാ? ശരണ്യ, പോള് മെയിൻ ചാനലിൽ. ഇത് ഡിസ്കഷൻ ചാനലാ. ശരണ്യ ഇപ്പൊ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ വന്നവരുടെ ഒപ്പീനിയൻ നോക്കാം. പോളിറ്റി, ജിയോഗ്രഫി. ഇവിടെ വന്നവരുടെ ഒപ്പീനിയന് ഇവിടെ വന്നത് ഓക്കെ. ഇവിടെ ഇപ്പൊ ലൈവ് കാണുന്നവരുടെ ഒപ്പീനിയൻ എന്താണ്? ജസ്റ്റ് നോക്കാലോ. ജോഗ്രഫി, പോളിറ്റി, യെസ്. ജോഗ്രഫി, പോളിറ്റി, ജോഗ്രഫി. യെസ്, മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് വരുന്നത്. ആരും ഒരു ഡോമിനൻസ് കിട്ടുന്നില്ല. അതാണ് ജോഗ്രഫിയോ പോളിറ്റിയോ എന്നുള്ളത്. അല്ലെ, 50-50 തന്നെയാണ് ജോഗ്രഫി. പോള് നോക്കാം. യെസ്, പോള് തന്നെ നോക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. സമം. യെസ്. സോ ജോഗ്രഫി ആണെങ്കിലും പോളിറ്റി ആണെങ്കിലും ഒരു മെന്റർഷിപ്പ് സെക്ഷൻ ഉണ്ടാവും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. മെന്റർഷിപ്പിൽ നിങ്ങൾ ഏത് സോഴ്സ് യൂസ് ചെയ്യണം, എങ്ങനത്തെ സോഴ്സ് യൂസ് ചെയ്യണം, ഓക്കെ, ഏത് രീതിയിൽ പഠിക്കണം, PYQ നമ്മൾ ഏത് അനാലിസിസ് ചെയ്യണം, അല്ല മെയിൻസിന്റെ ഇത് നമ്മൾ ഈ മോഡേൺ ഹിസ്റ്ററിക്ക് ചെയ്ത പോലെ തന്നെ. മോഡേൺ ഹിസ്റ്ററിക്ക് ഞാൻ പറഞ്ഞ സോഴ്സ് സ്പെക്ട്രം ആയിരുന്നു. സ്പെക്ട്രം ഞാൻ തരുന്ന നോട്ട്. പിന്നീട് ഞാൻ കുറച്ച് കാര്യങ്ങൾ PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റും ട്രൈബലും പെസന്റും പൊളിറ്റിക്കൽ അസോസിയേഷൻ ബിഫോർ INCയും ഒക്കെ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ക്ലാസ് നീണ്ടുപോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് റെക്കോർഡിങ്സ് കാണില്ല. സോ നമുക്ക് നാളെ മിനി ടെസ്റ്റിൽ, ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് ഒരു മിനി ടെസ്റ്റ് ഉണ്ടാവും. 20-25 മാർക്സ് മോഡേൺ ഹിസ്റ്ററി. സോ ഇന്ന് 4:30 മണിയായി. ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ മോഡേൺ ഹിസ്റ്ററി റിവിഷൻ ചെയ്തോ. ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ റിവിഷൻ ചെയ്തോ. ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ കുറച്ച് കൂടുതൽ പഠിച്ചോ. അവിടെ നിന്നായിരിക്കും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ഓക്കെ, ബൈ. Keep learning, keep studying.